ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് യൂട്യൂബിൽ വ്യൂസ് ആൻഡ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എങ്ങനെ കൂട്ടാമെന്നുള്ളതാണ്. കൂട്ടത്തിൽ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസിനൊക്കെ വ്യൂസും സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടും എന്നുള്ളത് ഉറപ്പായിരിക്കും. പിന്നെ അങ്ങനെ വീഡിയോസിനൊക്കെ വ്യൂസ് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ താഴോട്ട് പറഞ്ഞു വരാം. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണേ. കൂട്ടത്തിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കണ്ട. പിന്നെ യൂട്യൂബിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു ബിസിനസ് പ്ലാറ്റ്ഫോമാണ്. അപ്പം നിങ്ങൾ നല്ല കണ്ടൻസ് ഒക്കെ ഇട്ടാൽ വ്യൂസ് ആൻഡ് സബ്സ്ക്രൈബേഴ്സ് കൂടുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾ നല്ല കണ്ടൻസ് ഇട്ടാലും ചിലപ്പോൾ നിങ്ങളുടെ വീഡിയോസിനൊക്കെ വ്യൂസ് കിട്ടാറില്ല. അപ്പോൾ അങ്ങനെ കാറ്റഗറൈസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ 3 തരത്തിലുള്ള ചാനൽ ഗ്രോത്തും അല്ലെങ്കിൽ വീഡിയോസിനുള്ള ഗ്രോത്തും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒന്നാമത്തേന്ന് പറയുന്നത് ഇമീഡിയറ്റ് ആയിട്ടുള്ള ഗ്രോത്ത്. അതായത് ഒരു 2 തൊട്ട് ഒരു 6 മാസത്തിനിടയ്ക്ക് തന്നെ ചാനൽ കയറി നല്ല രീതിയിൽ അങ്ങ് പീക്കാവും, നല്ല രീതിയിലുള്ള വ്യൂസ് കിട്ടും, നല്ല രീതിയിലുള്ള സബ്സ്ക്രൈബേഴ്സ് കൂടും. രണ്ടാമതെന്ന് പറയുന്നത് സ്ലോ ഗ്രോത്ത് ആണ്. അതായത് ഒരു 6 തൊട്ട് ഒരു വർഷത്തിനുള്ളിൽ, 6 മാസം മുതൽ ഒരു വർഷത്തിനുള്ളിൽ 6 മുതൽ ഒരു 12 മാസത്തിനുള്ള ഒരു ടൈം സ്പാൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തിലും നല്ല രീതിയിലുള്ള ഗ്രോത്ത് നമുക്ക് ചാനലിന് കാണാൻ സാധിക്കും. മൂന്നാമതായിട്ടുള്ള കാറ്റഗറൈസ് ചെയ്ത് പറയുന്നത് വെച്ചാൽ ഒരു ഗ്രോത്തും കാണാൻ സാധിക്കത്തില്ല. കാരണം അവർ റെഗുലറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറില്ല. ചിലപ്പോൾ മാസത്തിൽ ഒരിക്കലൊരു വീഡിയോ, മാസത്തിൽ 2 വീഡിയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഗ്രോത്ത് നല്ല രീതിയിൽ അല്ലെങ്കിൽ വ്യൂസ് നല്ല രീതിയിൽ അവരുടെ വീഡിയോസിന് കിട്ടാറില്ല. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകാം. പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത്, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ 10 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ, ഈവൻ അത് കുക്കറി വീഡിയോ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഏതെങ്കിലും വീഡിയോസ് ആയിക്കോട്ടെ, അപ്പോൾ ഏതെങ്കിലും എന്താ പറയുക കാറ്റഗറിയിലുള്ള വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും നമ്മുടെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നല്ലൊരു ക്വാളിറ്റി ക്യാമറയുള്ള ഒരു ഫോൺ ആണെങ്കിൽ ഫോണ്, അല്ലെങ്കിൽ നല്ലൊരു ക്യാമറ വാങ്ങിക്കുക, കൂട്ടി നല്ലൊരു മൈക്കും, അതായത് നോയ്സ് റിഡക്ഷൻ ഒക്കെ ഉള്ള രീതിയിലുള്ള ഒരു മൈക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തുള്ള, അതായത് ആംബിയൻസിൽ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലുള്ള കുറച്ച് നോയ്സസ് ഒന്നും കേൾക്കാണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ആദ്യത്തെ കാര്യം, നല്ലൊരു ക്വാളിറ്റി ക്യാമറ ആൻഡ് മൈക്ക് വേണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചാനലിൽ നല്ല രീതിയിലൊരു നല്ലൊരു സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസ് ചെയ്ത് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ചാനലിനും നല്ല രീതിയിലുള്ള ടാഗ്സ് വേണം. ചാനൽ ടാഗ്സ് എന്ന് പറയുന്നത് നമ്മൾ ചാനൽ റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചാനൽ ടാഗ്സ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കേണ്ടത്, നിങ്ങൾക്ക് ചാനലിന് ടാഗ്സ് എങ്ങനെ ഇടാം. യൂട്യൂബിൻ്റെ വീഡിയോസിന് മാത്രമല്ല നമ്മൾ ടാഗ്സ് ഉപയോഗിക്കുന്നത്, കൂട്ടത്തിൽ നമ്മുടെ ചാനലിനും ടാഗ്സ് ഉപയോഗിക്കണം. നിങ്ങളുടെ ചാനൽ എന്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് യൂട്യൂബിന് അറിയാൻ വേണ്ടിയിട്ടാണ്. യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, ഫുള്ളി സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആണ്. അപ്പോൾ അവരാരും മാനുവലി അല്ല നമ്മുടെ വീഡിയോസ് റാങ്കിങ്ങിലേക്ക് വിടുന്നതും അല്ലെങ്കിൽ നമ്മുടെ ചാനലിനെ റെക്കമെൻഡഡിലേക്ക് വിടുന്നതൊന്നും അങ്ങനെ മാനുവലി അല്ല. ഇതെല്ലാം സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ചാനൽ ടാഗ്സ് ഇടാൻ മറക്കരുത്. അപ്പം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൻ്റെ ടാഗ്സ് എവിടെ ഇടാം എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട്. ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എവിടെ നിങ്ങൾക്ക് ടാഗ്സ് ഇടാം, എങ്ങനെ ടാഗ്സ് നിങ്ങൾക്ക് ഇടാം എന്നുള്ളത്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. അതായത് നോയ്സ് ഇല്ലാത്തൊരു ലൊക്കേഷനിൽ, അതായത് ഇപ്പം ഇൻഡോറിൽ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇൻഡോറിലും അല്ലെങ്കിൽ ഔട്ട്ഡോറിൽ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഔട്ട്ഡോറിലും നമ്മൾ നോയ്സ് ഇല്ലാണ്ട് ഷൂട്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കണം. അപ്പോൾ അതിൽ ചില ആൾക്കാരൊക്കെ ഉണ്ട് ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഔട്ട്ഡോർ ഷൂട്ട്സിലൊക്കെ അവർക്ക് നോയ്സസ് ഉണ്ടാവും. പക്ഷേ അതിന് ഉപയോഗിക്കേണ്ട നല്ലൊരു രീതിയിലുള്ള മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് വേണം അത് ചെയ്യാൻ. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് നോയ്സ് റിഡക്ഷൻ ചെയ്യാനും പറ്റും. കൂട്ടത്തിൽ നമുക്കാണെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യേണ്ട ഒരു സോഫ്റ്റ്വെയറിൻ്റെ ലിങ്കും നല്ലൊരു ഇൻട്രോ എഡിറ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയറിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് അത് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള തംബ്നെയിൽസ് വേണം. അതായത് ഇപ്പോൾ സാധാരണ കുക്കിംഗ് വീഡിയോസൊക്കെ നമ്മൾ ഇടുമ്പോൾ സാധാരണ കാണാം അവർ ജസ്റ്റ് ഒരു തംബ്നെയിൽ ഇട്ടിട്ട് അതിനൊരു ടൈറ്റിൽ മാത്രം ഇട്ടിട്ട് അങ്ങ് വിടും. പക്ഷേ ടൈറ്റിൽ മാത്രമല്ല, അതിന് നല്ലൊരു ഗ്രാഫിക്സ് ഒക്കെ റിലേറ്റഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്. നെക്സ്റ്റ് വീഡിയോ ഞാൻ അതായിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ അതിൽ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരാം, എങ്ങനെ നല്ലൊരു ക്വാളിറ്റി തംബ്നെയിൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത്. പിന്നെ 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് നല്ലൊരു ടൈറ്റിൽ. അതായത് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ വീഡിയോസിന് നമുക്ക് റാങ്കിങ്ങിലേക്കൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ നല്ല വീഡിയോ ടൈറ്റിൽ തന്നെ വേണമെന്ന് ഞാൻ പറയാം. അപ്പോൾ അതിലേക്ക് ഞാൻ ഡീറ്റെയിൽസ് ഞാൻ വരും, ഓരോരോ സ്റ്റെപ്പായിട്ട് തന്നെ ഈ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഞാൻ
ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ടോപ്പ് 10 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകുന്നേ ഉള്ളൂ ഇപ്പം. പിന്നെ ഇപ്പോൾ 6ാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്ക്രിപ്ഷന് വീഡിയോ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഇടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നും ടാഗ്സ് എങ്ങനെ നമുക്ക് ഉപയോഗിക്കണം എന്നുള്ളത് കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നമ്മളുള്ള മുന്നോട്ടുള്ള വീഡിയോസിൽ പറയുന്നുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ എങ്ങനെ എഴുതാം, ടാഗ്സ് എങ്ങനെ എഴുതാം, പക്ഷേ നല്ലൊരു ടാഗ്സും നല്ലൊരു ഡിസ്ക്രിപ്ഷനും ഉണ്ടെങ്കിൽ, നല്ലൊരു ടൈറ്റിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ റാങ്കിങ്ങിലേക്ക് പോകുമെന്നും നിങ്ങളുടെ വീഡിയോ വൈറലാക്കാൻ പറ്റും എന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ 7ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻട്രാക്ട് ചെയ്യുക. അതായത് നമ്മുടെ കമൻറ്റ് ചെയ്യുക, നമ്മുടെ വീഡിയോ കമൻറ്റ് ചെയ്യുന്ന ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് റെസ്പോണ്ട് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മുടെ 7ാമത്തെ പോയിന്റ്. 8ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞത് റെഗുലറായിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം യൂട്യൂബ് നമ്മുടെ ചാനലിൻ്റെ ഫ്രീക്വൻസി നോക്കിക്കൊണ്ടിരിക്കും. പക്ഷേ അവർ നമ്മുടെ എല്ലാ ചാനലിൻ്റെയും അത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് അവരെന്നെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഫ്രീക്വൻസി അവർ നോക്കും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യാൻ നോക്കുക. അത് പറ്റിയില്ലെങ്കിൽ ഒന്നിടെ വിട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ആഴ്ചയിൽ 4 വീഡിയോസെങ്കിലും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ ചാനലിലേക്കുള്ള വ്യൂസ് വരത്തുള്ളൂ, ചാനലിന് നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ. 9ാമത്തെ കാര്യം എന്ന് പറയുന്നത് വീഡിയോസൊക്കെ നേരത്തെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെയാണ് നമ്മൾ റിവൈസ് ചെയ്യുക. അതായത് നമ്മൾ അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ടാഗ്സ് ഒക്കെയാണ് ട്രെൻഡിനനുസരിച്ച് അത് മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. എങ്കിൽ മാത്രമേ അത് റാങ്കിങ്ങിലേക്ക് വരത്തുള്ളൂ. ഒരുവിധം റാങ്കിങ്ങിൽ നിൽക്കുന്ന വീഡിയോസ് അല്ലെങ്കിൽ റാങ്കിങ്ങിൽ നിൽക്കുന്ന ടാഗ്സ് നമ്മൾ എടുത്ത് കളയേണ്ട, അല്ലാത്തതായിട്ട് അതിനകത്ത് കിടക്കുന്ന ടാഗ്സ് ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് പുതിയതായിട്ട് അതിനെ റിവൈസ് ചെയ്യാൻ നോക്കുക. പിന്നെ 10ാമത്തായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരുവിധം എല്ലാ ആൾക്കാരും കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ടെക് വീഡിയോസൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന വീഡിയോസിൻ്റെ ക്യാപ്ഷന് ഇംഗ്ലീഷിലും ഹിന്ദിയിലും കൂടെ കൂടുതൽ കൊടുക്കാൻ നോക്കുക. അപ്പോൾ എങ്കിൽ കൂടുതൽ വ്യൂസും കൂടുതൽ സബ്സ്ക്രൈബേഴ്സും നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടാൻ സാധ്യത കൂടുതൽ തന്നെയാണെന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ സ്റ്റെപ്പായിട്ട് തന്നെ ഓരോരോ ദിവസമായിട്ട് ഓരോരോ കണ്ടൻറ്റ്സ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ഈ പറഞ്ഞ 10 കാര്യങ്ങളും ഞാൻ ഓരോ ദിവസമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ബൈ, സീ യു.